കൊല്ലം ആശ്രമ മൈതാനത്ത് ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിക്കും. പിന്നെ അങ്ങോട്ട് കേരളത്തിൻ്റെ കലാപൂരത്തിന് ദിനരാത്രങ്ങളാവും. 24 വേദികളിലായി 14,000 വിദ്യാർത്ഥികൾ പ്രതിഭയുടെ മാറ്റുരയ്ക്കും. ആവേശം ചോരാതെ കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24ൻ്റെ വലിയൊരു സംഘം കൊല്ലത്ത് സജ്ജമായി കഴിഞ്ഞു. കലോത്സവ നഗരിയിൽ നിന്ന് നമുക്കൊപ്പം അനൂജ രാജേഷ്, സ്മിത ഹരിദാസ്, പ്രവിത ലക്ഷ്മി എന്നിവർ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു. ഹായ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തൊക്കെയാണ് അനുജ അവിടുത്തെ സ്മിത വിശേഷങ്ങൾ? പറയൂ പ്രവിത. എസ് കെ, ഇന്നിപ്പോൾ ഒരല്പസമയം കൂടി കഴിയുമ്പോൾ ഈ കലാമാമാങ്കത്തിന് തിരി തെളിയുകയാണ്. 10 മണിക്കാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപായി പതാക ഉയർത്തൽ ചടങ്ങ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർവഹിക്കും. 9 മണിക്കാണത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വരുന്ന 5 നാളുകൾ ഇനി കലാപൂരമാണ് കൊല്ലം നഗരിയിൽ നടക്കാനിരിക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യം തന്നെ ചില കലാരൂപങ്ങളൊക്കെയുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ പ്രകടനമുണ്ടാകും. ആശാശരത്തിൻ്റെ നൃത്താവിഷ്കാരമുണ്ട്. കൂടാതെ ഒരു ഗോത്ര കലാരൂപം, അങ്ങനെ കാസർഗോട്ട് നിന്നുള്ള മംഗലം കളി, അങ്ങനെ ചില ഇനങ്ങളൊക്കെ അത് ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി നടക്കും. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ, മത്സര ഇനങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഗ്ലാമർ ഇനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് എന്നതാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, സംഘനൃത്തം അടക്കമുള്ള നൃത്ത ഇനങ്ങൾ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളാണ്. ഇതൊക്കെ പല വേദികളിലായി നടക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി ONV സ്മൃതി, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ആശ്രാമ മൈതാനത്താണ്. അവിടെയാണ് പ്രധാനപ്പെട്ട വേദി. അവിടെ മോഹിനിയാട്ട മത്സരങ്ങൾ ഇന്ന് തന്നെ ഏറ്റവും ആദ്യ ഇനമായി നടക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ അറബനമുട്ട്, മറ്റ് ചില മാർഗം കളി അടക്കമുള്ള മത്സരങ്ങൾ, മറ്റ് ഗദ്യ ഇനങ്ങൾ, അങ്ങനെ കവിതാ മത്സരം, ആ തരത്തിലേക്കൊക്കെയുള്ള ചില മത്സരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. 14,000-ലേറെ വിദ്യാർത്ഥികളാണ് ഈ 5 ദിവസം നടക്കുന്ന കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. അവർ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ താമസ സൗകര്യം, അതുപോലെ സൗജന്യ ഓട്ടോ റിക്ഷ സർവീസ്, അതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. തണ്ണീർ കൂജ, പിന്നെ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുള്ള ഒരു യൂത്ത് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും, ഈ പങ്കെടുക്കുന്നവർക്ക് എന്നൊക്കെയുള്ളതും. അതും ഇത്തവണത്തേതിൻ്റെ പ്രത്യേകതയാണ്. മാനുവൽ പരിഷ്കരണത്തെക്കുറിച്ച്, അത് വിശദമായി പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് അടുത്ത വർഷം മുതൽ ആലോചിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2009 ശേഷം കൊല്ലം വീണ്ടും കലാമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. 4ാം തവണയാണ് കൊല്ലം ജില്ലയിൽ കലാമാമാങ്കം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. മഹാരഥന്മാരുടെ പേരിൽ തന്നെ പല വേദികൾ, 24 വേദികളും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. 24 സജ്ജമാണ് SKN. നമ്മളുടെ വലിയൊരു ടീം, 80ഓളം പേരടങ്ങുന്ന ഒരു ടീമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പോൾ എനിക്കൊപ്പം നമ്മുടെ സഹ ആങ്കേഴ്സ് ഉണ്ട്. സ്മിതയുണ്ട്, പ്രവിതയുണ്ട്, കൂടാതെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടില്ല. അവർ ചിലരൊക്കെ ചില സ്റ്റോറികൾ തേടി രാവിലെ മുതൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് ബാക്കിൽ നിൽക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നടുവിലോട്ട് നിന്നിരുന്നത് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് കാറ്റ്സ് ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ റിപ്പോർട്ടർ കാറ്റ്സ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നന്നായി. അവരുടെ യൂണിഫോം ഒക്കെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ 70 ഞാൻ പറഞ്ഞു. അപ്പോൾ 80 പേരുണ്ടല്ലേ നമ്മുടെ ടീമിൽ? അതെ, 80ഓളം പേരുണ്ട്. നന്നായി. സ്മിത, അപ്പോൾ ഇന്ന് ഗ്ലാമർ പോരാട്ടമാണെന്ന് അനൂജ പറഞ്ഞു. അപ്പം കലോത്സവ വേദിയിലേക്ക് നിങ്ങൾ ചുറ്റിയടിച്ചോ? എങ്ങനെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? SKN ഞങ്ങൾ കുറച്ചൊന്ന് നടന്നു. ഇനിയിപ്പോൾ നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. കൊല്ലത്തിൻ്റെ ഒരു ഓളം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിരാവിലെ തന്നെ ഒരുപാട് പേര് എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മളോടുള്ളൊരു പ്രത്യേക സ്നേഹം ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാനും കഴിഞ്ഞു. പിന്നെ ഈ വേദികളുടെ പേരുകളൊക്കെ വലിയ ഇഷ്ടമായി. കാരണം നമുക്കിഷ്ടമുള്ള സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന മഹാരഥന്മാരുടെ പേരുകളാണ്. ONV സ്മൃതിയാണ് പ്രധാന വേദി. അതോടൊപ്പം തന്നെ ഓമാധവൻ സ്മൃതിയുണ്ട്, ജി ദേവരാജൻ മാസ്റ്ററുടെ പേരുണ്ട്, അങ്ങനെ സാംബശിവന്റെ പേരുണ്ട്, ഭരത് മുരളിയുണ്ട്. അങ്ങനെ 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 എല്ലാ വേദികൾക്കും ഓരോ പ്രധാനപ്പെട്ടവരുടെ പേരുകളാണ്. അതിനൊരു സന്തോഷമുണ്ട്. പിന്നെ SKN അറിയാലോ, ഈ കവിതയും കഥയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളെ പോലുള്ളവർക്ക് വലിയ ഇഷ്ടമാണ് ഈ കലോത്സവം. കഴിഞ്ഞ തവണയായിരുന്നു എൻ്റെ ആദ്യത്തെ കലോത്സവം. അടിച്ചു പൊളിച്ചതാണ്. അതേ ആവേശത്തിൽ തന്നെ ഇത്തവണയും തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ റിപ്പോർട്ടേഴ്സും ടീം അംഗങ്ങളും മുഴുവനും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഓളത്തിലാണ്. ഇനിയുള്ള 5 നാളുകൾ ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിക്കും. സ്മിത, വേറൊരു കാര്യം, നമ്മുടെ അവിടെയൊക്കെ വഴിയിലൊക്കെ പ്രായമുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചോണം. ചിലപ്പോൾ എൻ്റെ അമ്മാവന്മാരൊക്കെ ആയിരിക്കും. അല്ലെങ്കിലും നമ്മള് നല്ല സ്നേഹം, നമ്മളോട് കുറെ പേര് SKN ചോദിക്കുന്നുണ്ട്, ബന്ധുക്കളെയൊക്കെ കാണുന്നുണ്ട്. വരുന്നത് എന്ന ചോദ്യം ഞങ്ങൾ ഇന്നലെ പലകുറി നേരിട്ടു. SKN ഞാൻ വരും. മാത്രമല്ല നമ്മൾ തന്നെ 80 പേര് അവിടെ ഇല്ലേ. അപ്പോൾ 80 പേര് ഒന്നിച്ചൊരു കലാമേള കവർ ചെയ്യുന്നതൊക്കെ കാണുന്നതന്നെ വലിയൊരു ആവശ്യമല്ല. പിന്നെ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ആത്മാവിൽ പ്രതീക്ഷിച്ചുള്ള നഗരമാണ്. അപ്പോൾ ആ നഗരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മാത്രമല്ല കൊല്ലത്ത് കാക്കനാടൻ KP അപ്പൻ സാറ് അതുപോലെ എത്രയോ ആളുകൾ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ മുതലാളിയുടെയൊക്കെ സ്ഥലമാണല്ലോ. അപ്പോൾ പ്രവിത ലക്ഷ്മി, അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ കലോത്സവ നഗരിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഓർമ്മകളിൽ തിരയിളക്കം ഉണ്ടാവുമല്ലോ. പണ്ടൊരു കാലത്ത് ഞാനും ഈ കുടക്കീഴിൽ കയറി പ്രതിഭയുടെ മാറ്റുരച്ചു എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും SKN പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കുറേ വർഷങ്ങൾ പിന്നിലേക്ക് പോവുകയായിരുന്നു. 5 വർഷവും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഭാഗ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെയും ഞാൻ അത് തന്നെയാണ് SKNൻ്റെ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിൽ പറഞ്ഞത്. കാരണം ഈ വലിയ കലാമാമാങ്കത്തിന് എത്താൻ സാധിക്കുക, കാരണം ഈ മത്സരത്തിലേക്ക് എത്തുന്ന കുട്ടികളെല്ലാം സ്കൂൾ തലത്തിലും അതിനുശേഷം സബ് ജില്ലാ, റവന്യൂ ആ മത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു വലിയ മത്സരത്തിന് പോരാട്ടത്തിനും ശേഷമാണ് അവർ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദിയിലെത്തുന്നത്. അതിപ്പോൾ ഏത് ഐറ്റം ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികൾക്ക് ഈ ഒരു വേദിയിലെത്തുക എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് ആലോചിച്ചു പോയി SKN. തീർച്ചയായിട്ടും ഇന്നിപ്പം എന്നെ വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന നിരവധി ഐറ്റം ഇന്ന് നടക്കുന്നുണ്ട്. ഒന്ന് മോഹിനിയാട്ടം, പെൺകുട്ടികളുടെ, അതോടൊപ്പം സംഘനൃത്തം, പെൺകുട്ടികളുടെ ഭരതനാട്യം, പിന്നെ ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ഇതൊക്കെ നമ്മൾ ഗ്ലാമർ ഇനങ്ങളിൽ പെടുത്തുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇന്നിവിടെ മത്സരം നടക്കുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ വേദിയിൽ പോയി ഇതൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പരമാവധി വേദി കവർ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തായാലും ഇവിടെ മത്സരത്തിന് കുട്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഉദ്ഘാടനം 10 മണിക്കാണ്. മുൻപിപ്പം അനു ചേച്ചി, സ്മിത ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ആ മത്സരം എങ്ങനെയായിരിക്കും, എന്തൊക്കെ പുതിയ തരത്തിലുള്ള ഐറ്റംസ് ആയിരിക്കും ഇവർ അവതരിപ്പിക്കുക, ഓരോ കലോത്സവത്തിലും ഈ അവതരിപ്പിക്കുന്ന നമ്മുടെ ഷഫീദ് റാവുത്തറൊക്കെ എന്തോ പൈസ കളഞ്ഞു പോലെ നിൽക്കുകയാണല്ലോ. എന്ത് പറ്റി? രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ അവര്? ഷഫീദിന്റെ പൈസ കളഞ്ഞു പോയോന്ന് SKN ചോദിക്കും. ഷഫീദ് രാവിലെ, എനിക്ക് തോന്നുന്നു ഷഫീദ് റീജിയണൽ ചീഫ് ആണല്ലോ, അപ്പം ഉറക്കമൊന്നും മര്യാദക്കില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ആണോ? അല്ലല്ല, നമ്മൾ ഈ ഒരുക്കത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഓട്ടത്തിലാണ്. എല്ലാവരും ഒരേപോലെ ഓടുകയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ യൂത്ത് ഫെസ്റ്റിവൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ SKN. പ്രവിത, നമ്മുടെ ആർമിയെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം പെട്ടെന്ന്. കാര്യം നമ്മൾ പ്രേക്ഷകർ അറിയട്ടെ ആരൊക്കെയാണ്. നമ്മൾ ഇവിടെ എല്ലാം മുഖവും പേരുകളും എല്ലാം പ്രേക്ഷകർ ഹൃദിസ്ഥമാണ്. എങ്കിൽ പോലും കൊല്ലത്ത് നമ്മുടെ ആർമി 24 ആർമി ഇറങ്ങിയപ്പോൾ ഈ ആർമിയിൽ ആരാണ് വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അറിയണ്ടേ? അപ്പോൾ പെട്ടെന്ന് പരിചയപ്പെടുത്തു. ഷഫീദ് റാവുത്തറിനെ പരിചയപ്പെടുത്തേണ്ടത് അല്ല, അവരെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരൊക്കെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്? ഈ കലോത്സവ നഗരിൽ ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലാമേളയല്ലേ, അവിടെ എത്തുമ്പോൾ അവരെന്തൊക്കെയാണ് അവരുടെ ചിന്ത? ചോദിക്കാനേ, എന്താണ് ഇനി കലോത്സവത്തില് സലിമിന്റെ പ്ലാൻ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെയും ആദ്യത്തെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ പരമാവധി അത് എൻ്റെ നാട്ടിൽ തന്നെ, കൊല്ലത്ത് തന്നെ നടക്കുന്നു, അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള വലിയ സന്തോഷം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിപുലമായ പ്ലാൻ, നമുക്ക് അത്രയധികം റിപ്പോർട്ടർമാരും അത്രയധികം സന്നാഹങ്ങളോടുകൂടിയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ ഈ വേദിക്കുള്ളിൽ നിന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ എത്രയും വേഗത്തിൽ പ്രേക്ഷകരെ എത്തിക്കുക. അപ്പോൾ തന്നെ ഏറ്റവും മികച്ച സ്റ്റോറികൾ, അത് സാധാരണ ക്ലീശേ സ്റ്റോറികൾക്ക് അപ്പുറത്തേക്ക് അത് കടന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഓരോ ഈ കലോത്സവത്തിനെത്തുന്ന ഓരോരുത്തരെ എങ്ങനെ ഇത് ചെയ്യാം. മാത്രമല്ല SKN, സലിം കൊല്ലംകാരനാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ആവേശവും കൂടി ഉണ്ട്. അല്ല, നമ്മൾ ഒരു കാര്യം പ്രവേദലക്ഷ്മി പറഞ്ഞ ഈ കലോത്സവം സലിം മാലിക്ക് കവർ ചെയ്ത് കഴിയുമ്പോഴേ കൊല്ലക്കാരനോട് ആട്ടി ഓടിച്ച് വിടരുത്. അവിടെ 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. കൊല്ലക്കാർ ഓടിക്കത്തില്ല, കൊല്ലക്കാരെല്ലാ സ്നേഹവായ്പോടു കൂടി സ്വീകരിക്കും. എന്തായാലും ഗംഭീരമായ ഒരു കലോത്സവം അത് നമ്മൾ ഉറപ്പുവരികയാണ്. നമ്മൾ കൊല്ലംകാരൻ എന്ന നിലയിൽ ഉറപ്പുവരികയാണ്. അതല്ല 24 ടീം എന്ന നിലയിലും ഒരു അടിപൊളി കലോത്സവമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ അല്ല, സലീം പറഞ്ഞതുപോലെ സലീമിനെ കാരണം ചിഞ്ചുറാണി മിനിസ്റ്റർക്ക് ഫോൺ എടുക്കാൻ വയ്യെന്നാണ് പറഞ്ഞത്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് സലീം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. SKN ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ്. മാത്രമല്ല ഈ വേദിയാണ് ത്രസിപ്പിക്കുന്നത്. അത് ഇങ്ങനെ ഇന്നലെയും പറഞ്ഞതുപോലെ ഇങ്ങനെ കണ്ടെത്താ ദൂരത്തോളം കിടക്കുകയാണ്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചൊരു റീയൂണിയൻ കൂടെയാണ് അല്ലെ നമ്മൾ. കാരണം നമ്മൾ കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ കണ്ട ആളുകളെ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, അവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ്. മാത്രമല്ല ഒരുപാട് പുതിയ മത്സരാർത്ഥികൾ വരുന്നുണ്ട്. കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് അവർ പ്രതിഭ തെളിയിച്ച ആളുകൾക്കൊപ്പം പുതിയ ആളുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 14,000-ഓളം പ്രതിഭകൾ വരുന്നു. അവരുടെ കലാമത്സരങ്ങൾ ഗംഭീരമാണ്. ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ ഗ്ലാമർ ഐറ്റങ്ങളുടെ പുറകെ ഞാനങ്ങനെ പോകാറില്ല. ഈ ചിത്രരചനയും കഥാപ്രസംഗമൊക്കെ കണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോയാൽ കൊള്ളാം എന്നാണ്.
പ്രവിത ഒന്ന് ചോദിച്ചേ, അതായത് നമ്മുടെ ഈ ഇതിനകത്തെ കാവ്യാത്മകത അതിനെ ദൃശ്യചാരിതയോടെ പകർത്താൻ ഇവരൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ അലക്സ് റാമിനോടൊന്ന് ചോദിക്കുക. അലക്സിന്റെ റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെയും വരെ ഞാൻ ഒരു ചോദ്യമുണ്ട്. അലക്സിന്റെ റിപ്പോർട്ടൊക്കെ എപ്പോഴും വളരെ വ്യത്യസ്തത നിറഞ്ഞതാണെന്ന് SKN പറയുന്നു. അത് നല്ലൊരു കോൺഫിഡൻസ് ആണ് അലക്സിന് നൽകുന്നത്. അപ്പം എങ്ങനെയാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് SKN ചോദിക്കുന്നത്. അത് ഈ സീക്രട്ട് ആണ്, പറയില്ല. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. എന്താണെങ്കിലും അതിൽ നിന്ന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പ്രവിത ഒരു കാര്യം കട കൊണ്ടുപോയി ഒരു ഉഴുന്നോടെയും ചായ വാങ്ങിച്ചു കൊടുക്കുക അദ്ദേഹത്തിന്. രഹസ്യം വാങ്ങിച്ച് കിടക്കട്ടെ. ഓക്കെ, SKN ഉഴുന്നവരുടെ മതിയോ? മതി മതി, ഉഴുന്നോടെയും ചായ മതി. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അസുഖം പിടിച്ചാൽ വിക്ടോറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പ്രശ്നമാവും. അപ്പൊ നമുക്ക് ഷഹദ് റഹ്മാനിലേക്ക്. SKN കറക്റ്റ് ഹോസ്പിറ്റലൊക്കെ പറയുന്നത്. SKN ഇവിടെ നിഖിൽ പ്രമേശ് ഉണ്ട്. നിഖിൽ പാലക്കാട് നിന്ന് ഇറങ്ങിയതാ. അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഹായ് പ്രവിത, ഹായ് SKN. കൊല്ലത്തെ കലോത്സവത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ കൊല്ലത്ത് തന്നെ അധികം വന്നിട്ടില്ല. കലോത്സവത്തിന് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പ്രവിത പങ്കെടുത്ത പോലെ ഞാനും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് ആയിരുന്നു എൻ്റെ ഐറ്റം. റിപ്പോർട്ട് ചെയ്യാനും വന്നിട്ടുണ്ട്. അപ്പം എല്ലാ കലോത്സവങ്ങളും വ്യത്യസ്തമാണ്. എന്നാലും അജീഷ് പറഞ്ഞു കലോത്സവത്തിന് വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല, എല്ലാ കലോത്സവവും വ്യത്യസ്തമായിരിക്കും, അവിടുത്തെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കും. അജീഷിന്റെ കഴിവ് കാണാതിരുന്ന ആ ജഡ്ജസ് കേൾക്കാൻ അജീഷിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ ഈ ആദ്യമായിട്ടാണ് സംസ്ഥാന യുവജന കലോത്സവം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇവൻ്റ് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഭയങ്കര അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം ഇത്ര കുട്ടികൾ ഒരുമിച്ചെത്തുന്നു. അതേപോലെ ഈ കഴിവുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് കവിത എഴുതുന്നത്? എല്ലാവരും കഴിവുള്ളവരാണ്. അതെ, എല്ലാവരും കഴിവുള്ളതാണ്. അവരെങ്ങനെയാണ് മികച്ച കവിതയൊക്കെ എഴുതുന്നത് നോക്കണം. എനിക്ക് എന്താണ് അന്ന് പറ്റിയതെന്നുള്ളത് പുനഃപരിശോധിക്കുകയും ചെയ്യണം. അതാണ് അജീഷിന്റെ ഞാൻ ഇനി വീണ്ടും വരാം. നമ്മുടെ ശ്രീജിത്ത് പത്തനംതിട്ടയിൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാരോട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും നമുക്ക് എല്ലാം ഒന്നിച്ച് പരിചയപ്പെടുത്താതെയും ഒന്നിച്ച് പറയാതെയും നമുക്ക് കുറേ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ കാവ്യാത്മകമായി ദൃശ്യചാരുതയോടെ നമ്മൾ ഈ കലോത്സവം പകർത്തും, അത് പ്രേക്ഷകരിലെത്തിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സാങ്കേതികമായി കുറേ സൗകര്യങ്ങൾ നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ തുടരുക. അത്യാവശ്യം ഒരു ചായയൊക്കെ കഴിച്ചൊന്ന് ഒന്ന് തയ്യാറാവുക. ഒന്ന് ഊർജ്ജസ്വലരായി വർദ്ധിത വീര്യത്തോടെ കൊല്ലത്ത് നിൽക്കുക. പിന്നെ ഓർമ്മിക്കുക, വഴിയിൽ കാണുമ്പോൾ പ്രായമായ ആൾക്കാരെ കാണുമ്പോൾ സംസാരിച്ചോളൂ. എന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട് SKN എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? പ്രവിത, എന്റെ ക്ലാസ്മേറ്റ്സുകളോടെ ഉണ്ടാകും, മനസ്സിലായോ? പ്രായമൊക്കെ ഉള്ളവരായിരിക്കും, അവർക്കൊക്കെ ചായ വാങ്ങിച്ചു കൊടുക്കണേ. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. നമ്മുടെ വലിയൊരു ടീം, 80ഓളം പേരടങ്ങുന്ന ഒരു വലിയ ടീമാണ് കൊല്ലത്ത് ആശ്രാമത്ത് എത്തിയിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ അർഹിക്കുന്ന ശക്തിയിലും സാധ്യതയിലും പ്രേക്ഷകരിലെത്തിക്കാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. സാങ്കേതികമായ പരമാവധി സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഒരുപക്ഷെ ഇതൊരു വലിയ അനുഭവമാക്കി മാറ്റും കൊല്ലത്തെ കലോത്സവം.